ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞാൻ ഒരു നാടൻ ഐറ്റായിട്ടാണ് വന്നുള്ളത് കേട്ടോ. അപ്പൊ എല്ലാവരും വീട്ടിലുണ്ടാവണതാണ് മുരിങ്ങല. അപ്പൊ മുരിങ്ങല വെച്ചിട്ട് ഞാൻ ഒരു അടിപൊളി താളിപ്പ് ഉണ്ടാക്കാൻ പോവാണ്. മുരിങ്ങല താളിച്ച എല്ലാവർക്കും ഇഷ്ടമല്ലേ. പിന്നെ മുരിങ്ങല ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സസ്യം കൂടിയാണല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതെ, നമ്മൾ മുരിങ്ങല പൊട്ടിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് പൊട്ടിച്ചാലോ. ചെറിയൊരു തയ്യാണ് കേട്ടോ, വേറെ ഉണ്ട്. അതുമെന്ന് പൊട്ടിക്കാൻ കുറച്ച് പണിയാണ്. അപ്പം അതുമെന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. മുരിങ്ങലൊക്കെ പൊട്ടിച്ചു വിടുന്നുണ്ട് കേട്ടോ. ഇനി വലിയൊരു ടാസ്ക് അല്ലത് നന്നാക്കല്. പുഴുവൊക്കെ ഇല്ലാതെ നോക്കി നന്നാക്കി എടുക്കണമല്ലേ. അപ്പോൾ കുറച്ച് പണിയാണത്. അപ്പം ഞാനത് ചെയ്യാൻ പോവാണേ. നമ്മുടെ മുരിങ്ങലൊക്കെ നന്നാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുവിധമൊക്കെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ നാളികേരം വറുത്ത ചട്ടിയാണ് കേട്ടോ. അതാണ് അതിൽ എണ്ണമയം കാണുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു സബോള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലുള്ള എണ്ണ കളയണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ കഴുകാഞ്ഞത്. ഇപ്പം ഇങ്ങോട്ട് വറുത്ത് വെച്ചിട്ടുള്ളേ. സബോള ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരെണ്ണം മുഴുവൻ വേണമെന്നൊന്നുമില്ല കേട്ടോ. എനിക്ക് എത്ര വേണ്ടിച്ച നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതായത് ഒരു 3 പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവ് എത്രയും വേണ്ടിച്ചാൽ നോക്കിയിട്ട് അതിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ നാടൻ ചീനമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാൻ നല്ല കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുകയെ. അപ്പോൾ അതും കട്ട് ചെയ്തു. സ്റ്റവ് ഓൺ ആക്കിയിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഓയിലൊന്നും ഉണ്ടാക്കിയത് അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല നാടൻ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ സബോളയും പച്ചമുളകൊക്കെ ഏകദേശമൊക്കെ വാടി വരുന്നുണ്ട് കേട്ടോ. നല്ലോണം വാടി സെറ്റായിട്ട് പറ്റാതെ വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളെ സബോളൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ വാട്ടിയൊക്കെ അരിഞ്ഞു പോകും, അതുകൊണ്ട് ഇത്ര മതി കേട്ടോ. പിന്നെ എല്ലാവരോടും ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്താം. എന്നാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മളെ മുരിങ്ങല ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ല, മുരിങ്ങല ഇട്ട് കൊടുക്കണതിന് മുന്നേ നമ്മൾ മെയിൻ ഐറ്റം ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ഞാൻ വിട്ടുപോയി, കണ്ടില്ലേ, കഞ്ഞിവെള്ളമാണ് കേട്ടോ. നിങ്ങൾ എത്ര ഉണ്ടാക്കണേന്ന് അതിനനുസരിച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണേ. കഞ്ഞിവെള്ളത്തിൽ മുരിങ്ങല താളിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ പണ്ട് കാലത്ത് അമ്മമാരും ഉമ്മമാരും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണിത്. അപ്പോൾ ഇതൊന്ന് തടച്ച് വെച്ചതിന് ശേഷം മുരിങ്ങല ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഇനി തിളക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിനി ഇതാ കുറച്ച് മുരിങ്ങടല ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഏറ്റവും പോഷക ഗുണമുള്ള ഒരു സസ്യമാണല്ലോ നമ്മളെ മുരിങ്ങല. അപ്പോൾ ഇതെല്ലാവർക്കും കഴിക്കാനും ഇഷ്ടമാണ്, നല്ലൊരു നാടൻ വിഭവമാണല്ലേ. അപ്പം ഞാൻ എല്ലാതും ഇട്ട് കൊടുക്കട്ടെ കേട്ടോ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പം അതേ ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മളെ കഞ്ഞിവെള്ളത്തിൽ തിളച്ച് സെറ്റായിട്ട് വരണ്ടേ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതേ ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഇനി നമുക്കൊന്ന് നമ്മളെ മുരിങ്ങല തുറന്ന് നോക്കാം കേട്ടോ. എങ്ങനെ ഉണ്ട് നോക്കാം. അപ്പോൾ വെള്ളമൊന്നും വറ്റിയിട്ടില്ല. വെള്ളത്തോടുക്കനെ വേണ്ടവർക്ക് വെള്ളത്തോടുക്കനെ ആക്കാം, അല്ലാത്തവർക്ക് വെള്ളം വറ്റിച്ച് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത്തിരി കൂടി ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെ പ്രവാസികൾക്കൊക്കെ മിസ് ചെയ്യണ ഒരു ഐറ്റം അല്ലേ മുരിങ്ങല. പിന്നെ ചില ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മുരിങ്ങത്തൈയൊക്കെ ഉണ്ട് കേട്ടോ, അവർ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ ദേ ഒന്നും കൂടി ആവട്ടെ, അവരൊന്ന് അടച്ചേക്കാം കേട്ടോ. അപ്പോൾ ദേ ഏകദേശമൊക്കെ സെറ്റ് ആയിട്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അത് അടിപൊളിയായി വന്നിട്ട് നമ്മളെ മുരിങ്ങല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.